മലയുടെ മുകളിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് വാസുട്ടാ. എന്നെ തടയരുത്, ഞാൻ എന്തായാലും പോകും. ദുരന്തഭൂമിയിലെ ശേഷിച്ച ജീവനുകളെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് സ്വയം ജീവൻ ഹോമിച്ച ഹീറോ പ്രജീഷ്. സഹജീവികളെ നനച്ചിരിക്കാത്ത നേരത്ത് ദുരന്തമെത്തി പിടിമുറുക്കിയപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ, മരണഭയമില്ലാതെ പ്രജീഷ് ജീപ്പുമായി ഇറങ്ങി നിരവധി ആളുകളെ രക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലാക്കി. മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായ ആദ്യ നിമിഷം തന്നെ ആളുകളെ രക്ഷിക്കാൻ നെട്ടോട്ടമോടിയ പ്രജീഷ് ആദ്യം 2 തവണ മല കയറി വന്ന് രക്ഷപ്പെടുത്തിയവരെ സുരക്ഷിത സ്ഥാനത്താക്കി വീണ്ടും മല കയറി. അത്രയും ദുഷ്കരമായ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് വീണ്ടും ഉരുൾപൊട്ടാൻ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുകളിലേക്ക് പോകുന്നത് അപകടമാണെന്ന് സുഹൃത്തുക്കൾ കർശനമായി തടഞ്ഞു. എന്തും സംഭവിക്കാം എന്ന അവസ്ഥയിലും തന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് കണ്ണിൽ ഭയം നിറച്ച് മലയുടെ മുകളിൽ പരിഭ്രാന്തരായി നിൽക്കുന്ന ബാക്കിയുള്ളവരുടെ മുഖം മാത്രമായിരുന്നു അപ്പോൾ പ്രജീഷിന്റെ മനസ്സിൽ. അവരെ കൂടി സുരക്ഷിതമായ ഇടത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ തനിക്ക് സമാധാനമാകൂ എന്നും പ്രജീഷിന് അറിയാമായിരുന്നു. എതിർപ്പുകളെ സ്നേഹം കൊണ്ട് അവഗണിച്ച് അയാളിലെ മനുഷ്യസ്നേഹി തന്റെ പ്രിയപ്പെട്ട ജീപ്പുമായി തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്നവരുടെ അടുത്തേക്ക് ഓടിച്ചു കയറി. പറ്റാവുന്നവരെയൊക്കെ ജീപ്പിൽ കയറ്റി തിരിച്ചിറങ്ങി. ചൂരൽമല പാലത്തിനടുത്തെത്തും മുമ്പേ വീണ്ടും ഉരുൾപൊട്ടി. പ്രജീഷും ജീപ്പുമടക്കമുള്ളവരെ ഒന്നാകെ കുത്തിയൊലിച്ചു വന്ന മണ്ണും മലവെള്ളവും കൂടെ കൊണ്ടുപോയി. തന്റെ ജീവനേക്കാൾ അവരന്റെ ജീവന് വില നൽകിയ പ്രജീഷിന്റെ ചേതനയേറ്റ ശരീരം വീണ്ടെടുക്കുമ്പോൾ സുഹൃത്തുക്കൾ പൊട്ടിക്കരഞ്ഞു. പിന്നെ ഈ വാർത്തയറിഞ്ഞ ഓരോരുത്തരും അയാളെ ഓർത്ത് സങ്കടപ്പെട്ടു. അയാൾ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. ചൂരൽമല ആശുപത്രിപ്പടിയിൽ താമസിച്ചിരുന്ന പ്രജീഷ് എല്ലാവർക്കും ഉപകാരിയായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ചില മനുഷ്യർ അങ്ങനെയാണ്. ഒരു നിയോഗം പോലെ കുറെ ജീവനുകൾ രക്ഷിച്ചെടുത്ത് ഒരു സൂപ്പർ ഹീറോയെ പോലെ അയാൾ തിരിച്ചുപോയി. പ്രണാമം സുഹൃത്തേ.